ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. അബ്ദുൾ നാസർ മദനിയോട് വീണ്ടും അനീതി. കോൺഗ്രസിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ലെന്ന് മദനിയെ ജയിലിൽ ചെന്ന് കണ്ട ഞങ്ങളുടെ പ്രതിനിധിയോട് മനസ്സ് തുറന്നു. അബ്ദുൾ നാസർ മദനിക്ക് നീതി ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരുടെ താല്പര്യങ്ങൾ? ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയാൻ കേരളത്തെ അനുവദിക്കില്ലെന്ന് തമിഴ്നാട്. മുല്ലപ്പെരിയാർ തമിഴ്നാടിന്റെ സ്വന്തം. നിലവിലെ അണക്കെട്ട് സുരക്ഷിതം. ആവശ്യം വരുമ്പോൾ പുതിയ ഡാം തങ്ങൾ തന്നെ പണിയുമെന്നും തമിഴ്നാട് സുപ്രീം കോടതി. കെ.എം. മാണിക്ക് LDF-ലേക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ പരോക്ഷ ക്ഷണം. മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇടതുപക്ഷ മുന്നണിയുമായി യോജിച്ചതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മാണിക്ക് UDF-ൽ അധികകാലം തുടരാനാകില്ലെന്നും മീഡിയ വണ്ണിനോട് കോടിയേരി. അബ്ദുൽ നാസർ മഅ്ദനിക്ക് ജാമ്യം നൽകരുതെന്ന കർണാടക സർക്കാർ. മഅ്ദനി സ്ഥിരം കുറ്റവാളി. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ ഭീകരവാദികളുമായി മഅ്ദനിക്ക് ബന്ധമെന്നും സത്യവാങ്മൂലം. കോൺഗ്രസ് സർക്കാർ ചെയ്തത് BJP സർക്കാർ ചെയ്തതിനേക്കാൾ വലിയ ക്രൂരതയെന്ന് അബ്ദുൽ നാസർ മഅ്ദനി. ബട്ട്ല ഹൌസ് വെടിവെപ്പ് ഏറ്റുമുട്ടലായിരുന്നുവെന്ന ഡൽഹി പോലീസിന്റെ വാദത്തെ ഡൽഹി സാകേത് കോടതി ശരിവച്ചു. അറസ്റ്റിലായ ഷഹസാദ് അഹമ്മദ് കുറ്റക്കാരൻ. വിധി ഈ മാസം 29-ന്. KPCC സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ സർക്കാരിന് രൂക്ഷ വിമർശനം. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ശൈലി മാറണമെന്നും ജുഡീഷ്യൽ അന്വേഷണത്തെ എന്തിനു ഭയക്കുന്നുവെന്നും VM സുധീരൻ. ഡൽഹി ചർച്ചകൾക്ക് ശേഷം യോജിച്ച തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ സർക്കാരും പാർട്ടിയും ഉണ്ടാകില്ലെന്ന് ആര്യാടൻ. R. ബാലകൃഷ്ണപിള്ളയുടെ ക്യാബിനറ്റ് പദവിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ കമ്മീഷൻ. പിള്ള ചുമതലയേൽക്കുന്നത് കോടതിയെ ലക്ഷ്യമെന്ന നിയമവിദഗ്ധർ. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വേണ്ടെന്ന് R. ബാലകൃഷ്ണപിള്ള. ക്യാബിനറ്റ് റാങ്ക് ചോദിച്ചത് മന്ത്രിമാർ തലയിൽ കയറാതിരിക്കാനെന്നും വിശദീകരണം. കവിയുടെ പശ്ചാത്തലം മോശമായാൽ കവിത പഠിപ്പിക്കില്ലെന്ന് കാലിക്കറ്റ് സർവകലാശാല. ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന് ഗ്വാണ്ടനാമോ തടവുകാരന്റെ കവിത ഒഴിവാക്കി. തീരുമാനം കവിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന്. അബ്ദുൽ നാസർ മഅ്ദനിയുടെ ജാമ്യാപേക്ഷ കർണാടക ഹൈക്കോടതി മാറ്റിവെച്ചു. അപേക്ഷ വീണ്ടും അടുത്ത ബുധനാഴ്ച പരിഗണിക്കും. മഅ്ദനി സ്ഥിരം കുറ്റവാളിയാണെന്നും 56 കേസുകളിൽ പ്രതിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ഭീകരവാദികളുമായി മഅ്ദനിക്ക് ബന്ധമുണ്ട്. മഅ്ദനിക്ക് സാധാരണയിൽ കവിഞ്ഞ അസുഖങ്ങളില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ജാമ്യാപേക്ഷയ്ക്കെതിരെ സർക്കാർ അഭിഭാഷകൻ സമർപ്പിച്ച എതിർവാദത്തിൽ മഅ്ദനിക്കെതിരെ രൂക്ഷ വിമർശമായിരുന്നു. മഅ്ദനി സ്ഥിരം കുറ്റവാളിയും 56ഓളം കേസുകളിൽ പ്രതിയുമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. മഅ്ദനിക്ക് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്. ഇപ്പോൾ ജാമ്യം നൽകേണ്ട സാഹചര്യമില്ല. സാധാരണയിൽ കവിഞ്ഞ് മഅ്ദനിക്ക് അസുഖങ്ങളില്ലെന്നും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകേണ്ട കാര്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ആവശ്യമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നൽകാമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് മഅ്ദനിയുടെ അഭിഭാഷകൻ P. ഉസ്മാൻ പറഞ്ഞു. അബ്ദുൽ നാസർ മദനിക്കെതിരെ 56 ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നു എന്നാണ് കൗണ്ടറിൽ പറയുന്നത്. മാത്രവുമല്ല, ഇദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള രൂപത്തിലാണ് ഇദ്ദേഹത്തെ കൗണ്ടറിൽ വരച്ചു കാണിക്കുന്നത്. ഇത് തീർത്തും കള്ളമാണ്, തീർത്തും വാസ്തവവിരുദ്ധമാണ്. ആരോഗ്യനില ഗുരുതരമെന്ന് കാണിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ അറിയിച്ചു. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ഒരാഴ്ച സമയം അനുവദിച്ചു. സത്യവാങ്മൂലം 31-ന് സമർപ്പിക്കും. ജലീൽ പടന്ന, ബംഗളൂരു, മീഡിയ വൺ. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് അബ്ദുൾ നാസർ മദനി. BJP സർക്കാരിനേക്കാൾ ക്രൂരമായാണ് കോൺഗ്രസ് തന്നോട് പെരുമാറുന്നതെന്നും മദനി പറഞ്ഞു. പരപ്പൻ അഗ്രഹാര ജയിലിൽ മീഡിയ വൺ പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലീൽ പടന്ന, മീഡിയ വൺ പ്രതിനിധി മാത്രമാണ് ഇന്ന് അബ്ദുൾ നാസർ മദനിയെ ജയിലിൽ ചെന്ന് കണ്ടത്. ജലീൽ പടന്ന, ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു ബംഗളൂരുവിൽ നിന്ന്. ജലീൽ, ഇന്ന് ചികിത്സയ്ക്കായി ജാമ്യം തേടിയ മദനിക്ക് എതിരെ തടസ്സവാദം ഉന്നയിച്ച കർണാടക സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഗോപി, 38 പേജ് വരുന്ന തടസ്സവാദത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മഅ്ദനിക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളി എന്നാണ് അതിൽ വളരെ പ്രധാനമായും പരാമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലെ ഭീകരവാദികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ച് പറയുന്ന വാദങ്ങൾ
കാര്യങ്ങളൊന്നും ശരിയല്ല എന്നും ഇന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് സാധാരണക്കാർക്കുണ്ടാകുന്ന BP അതുപോലെ തന്നെ ഷുഗർ പോലെയുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അത് ജയിൽ ഡോക്ടർമാർ തന്നെ ചികിത്സിക്കാനുള്ള അസുഖം മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളൂ എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹം സൗഖ്യ ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഈ മെഡിക്കൽ റിപ്പോർട്ട് സൗഖ്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് നേടിയതാണ് എന്നാണ് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതായത് നേരത്തെ തന്നെ സൗഖ്യ ആശുപത്രി മാനേജ്മെന്റുമായി ഇദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. ഈ ഒരു അനുകൂല സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതില്ല എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു മതപുരോഹിതനാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ മതവൈരം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം നടത്തി വന്നത്. ഇദ്ദേഹം കേരളത്തിൽ നടത്തിയ പ്രഭാഷണങ്ങളൊക്കെയും അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ എതിരെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോലും ആഹ്വാനം ചെയ്ത ഒരു മത പുരോഹിതനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന വളരെ കടുത്ത ഒരു നിലപാടാണ് ഇന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ സ്വീകരിച്ചത്. ഗോപി. ജലീൽ, ഇന്ന് താങ്കൾ പരപ്പന അഗ്രഹാര ജയിലിൽ മഹ്ദിനിയെ സന്ദർശിച്ചിരുന്നു. മഹ്ദിനി എങ്ങനെയാണ് ഈ തടസ്സവാദ ഹർജിയോട് പ്രതികരിച്ചത്? അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? തീർച്ചയായും ഏകദേശം 1.5 മണിക്കൂർ നേരം മഹ്ദിനിയുമായി ഇന്ന് എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു. മഹ്ദിനി വളരെ നിരാശനായാണ് കാണപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ BJP സർക്കാർ പോലും ഇത്ര കടുത്ത ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ അതായത് ജാമ്യ ഹർജി കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ നിന്നുൾപ്പെടെ UDF നേതാക്കളുടെ ഭാഗത്തിൽ നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ജാമ്യ ഹർജി കൊടുത്തത്. അതായത് ജാമ്യ ഹർജി കൊടുത്തോളൂ, ചില അനുകൂല നിലപാടുകൾ ഉണ്ടാകും, നീതിപൂർവകമായ ഒരു സമീപനം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജാമ്യ ഹർജി കൊടുക്കാൻ തീരുമാനിച്ചത്. നേരത്തെ വിചാരണ കോടതിയിൽ നടക്കുന്ന ആ വിചാരണ പൂർത്തിയാകട്ടെ എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മദനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുമ്പോൾ നേരത്തെ ജലീൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മദനി സ്വാഭാവികമായും തനിക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കണം. ആരോഗ്യകരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യ ഹർജി സമർപ്പിച്ച സ്ഥിതിക്ക് കർണാടക സർക്കാരിനുള്ള തടസ്സവാദങ്ങളിൽ ഒന്ന് സാധാരണ ആളുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ മാത്രമേ അബ്ദുൾ നാസർ മദനിക്കുമുള്ളൂ, അതുകൊണ്ട് ജാമ്യം അനുവദിക്കേണ്ട കാര്യമില്ല എന്നാണ്. നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം നിരാശനായിരുന്നോ? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അദ്ദേഹം ക്ഷീണിതനാണോ? തീർച്ചയായും അദ്ദേഹം ക്ഷീണിതനായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം വളരെ നിരാശനായി. അതായത് സംസാരത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം വളരെ അത്ര നിരാശ പ്രകടിപ്പിച്ചില്ല. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ നിരാശയോടുകൂടിയാണ് സംസാരിച്ചത്. അതുമാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഏകദേശം ഒരു ദിവസം 40 ഗുളികകൾ കഴിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ തന്റെ കാലിലെ വേദന വളരെ ക്രമാതീതമായി അത് കൂടി വരുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പല രാത്രികളിലും താൻ പ്രമേഹം മൂർച്ഛിച്ചതിനെ തുടർന്ന് തനിക്ക് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ പോലും വ്രതമെടുക്കുന്നതിനായി ഞാൻ എഴുന്നേറ്റ സമയത്ത് തനിക്ക് പ്രമേഹം മൂർച്ഛിച്ചതിനെ തുടർന്ന് തനിക്ക് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി. അതുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യസ്ഥിതി തന്നെയാണ് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നേരിൽ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കർണാടക ഹൈക്കോടതി മദനിയുടെ ജാമ്യാപേക്ഷ ഇനി പരിഗണിക്കുന്നത് 31-ലാണ്. 31-ാം തീയതി ലേക്ക് മാറ്റിയിരിക്കുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷനിൽ വിശദമായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ കൊച്ചിൻ സ്റ്റുഡിയോയിലുണ്ട്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു KPCC ജനറൽ സെക്രട്ടറി ഞങ്ങളോടൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ, RSPയുടെ NK പ്രേമചന്ദ്രൻ, BJPയുടെ MT രമേശ്, മദനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉസ്മാൻ എന്നിവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് സ്വാഭാവികമായും അബ്ദുൾ നാസർ മദനി തന്റെ ജാമ്യ ഹർജിയിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പ്രത്യേകിച്ച് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റെടുത്ത സാഹചര്യത്തിൽ. പക്ഷേ BJP സർക്കാർ പോലും ഉയർത്താത്ത അത്രയും വലിയ ആരോപണങ്ങളാണ് മദനിക്കെതിരെ കോൺഗ്രസ് ഇന്ന് തടസ്സ ഹർജിയിൽ ഉന്നയിച്ചത്. എങ്ങനെ കാണുന്നു താങ്കൾ? തീർച്ചയായും വളരെ വിചിത്രമായൊരു സാഹചര്യമാണ് ഇന്ന് അവിടെ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഉണ്ടായത്. രാഷ്ട്രീയമായി ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP ഗവൺമെൻറ് പോയി, കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ കോൺഗ്രസ് ഗവൺമെൻറ് മദനിയുടെ വിഷയം അറിയാവുന്ന ആളുകളാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെ ആ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പോയി കണ്ടതാണ്. ജസ്റ്റിസ് ഫോർ മദനി ഫോറം പ്രതിനിധികൾ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും നിവേദനം കൊടുക്കുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രി ജോർജ് മലയാളിയാണ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അങ്ങനെ രാഷ്ട്രീയമായൊരു പശ്ചാത്തലം അനുകൂലമായി വരുന്നു എന്ന അവസ്ഥയിലാണ് ഈ ജാമ്യ ഹർജി സമർപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് BJP ഗവൺമെൻറ്
അബ്ദുൽ നാസർ മദനിയോട് എപ്രകാരം പെരുമാറിയോ അതിനേക്കാൾ മോശമായ രീതിയിൽ ക്രൂരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ആ ജാമ്യ ഹർജിയെ ഇന്ന് കർണാടക സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർമാർ എതിർത്തിരിക്കുന്നത്. അവരുടെ സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് നൽകിയ സത്യവാങ്മൂലം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ശുദ്ധമേ അസംബന്ധമാണ്, അബദ്ധമാണ്, തെറ്റാണ്, കളവാണ്. മദനിക്കെതിരെ കോടതിക്ക് ഒരു പ്രജുഡീസ്, മുൻവിധി ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം കെട്ടിച്ചമച്ചതുമാണ്. BJP അങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഞങ്ങളൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ BJP ചെയ്തതിനേക്കാൾ ക്രൂരമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയമായി ശരിയല്ല, നിയമപരമായി ശരിയല്ല. ഇനി ഹൈക്കോടതി വാദം കേട്ടതിന് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിലാണ് നമുക്കെല്ലാമുള്ള ആകാംക്ഷയും ഉത്കണ്ഠയും ഒരുപക്ഷെ പ്രതീക്ഷയും. മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇങ്ങനെയാണോ മഅ്ദനിയോട് ഒരു ഭരണകൂടം അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുന്നത്? കുറഞ്ഞപക്ഷം നിഷ്പക്ഷമായ ഒരു നിലപാടെങ്കിലും സ്വീകരിക്കേണ്ടതല്ലേ? ഇതിനൊരു വല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പശ്ചാത്തലം നിങ്ങൾ ഒരുക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു പരാമർശത്തിനിടയാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ മദനി ഈ കാര്യത്തിൽ മദനിക്ക് നീതി ലഭിക്കാൻ ആവശ്യമായ എല്ലാ ഭരണ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒരുക്കുന്നതിന് കോൺഗ്രസ് സർക്കാർ, കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ എന്ന് മാത്രമല്ല കേരളീയനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഇന്ന് ഭരിക്കുന്ന UDF-ൻ്റെ ഗവൺമെൻറ്റും അതേപോലെ തന്നെ KPCCയും എല്ലാം വളരെ ശക്തമായി ഇടപെട്ടിട്ടുള്ളതാണ്. എവിടെയെങ്കിലും ആ ഒരു അനുഭാവപൂർവമായ സമീപനത്തിൽ വീഴ്ചകളോ ലാച്ചസോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. അത് പരിശോധിച്ച് നിവൃത്തികൊണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞത് കേട്ട് കാണുമല്ലോ, രാഷ്ട്രീയപരമായി ശരിയല്ല, നിയമപരമായി ശരിയല്ല, വസ്തുതകളുമായി യോജിക്കുന്നതല്ല. അഭിഭാഷകൻ തന്നെ പ്രതികരിച്ചത് പ്രോസിക്യൂഷൻ ഇന്ന് ഉന്നയിച്ച വാദങ്ങൾ ചാർജ് ഷീറ്റ് പോലും പറയാത്ത കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് നുണയാണെന്നർത്ഥം. ചാർജ് ഷീറ്റിൽ പോലും പറയാത്ത കാര്യങ്ങളെ ഉയർത്തിക്കാട്ടി ഒരു അഫിഡവിറ്റോ അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റോ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മദനിക്കെതിരായി ഇന്നലെ വരെ ഉന്നയിക്കപ്പെടാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാകും. അതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യത്തിനോട് ഉസ്മാൻ ഉണ്ട് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് ഉസ്മാൻ, എങ്ങനെയാണ് ഇന്ന് കർണാടക സർക്കാരിന്റെ തടസ്സവാദങ്ങളെ കാണുന്നത്? അത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് എന്ത് കാരണങ്ങൾ കൊണ്ട് പറയുന്നു? അതായത് ഇന്ന് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് കർണാടക സർക്കാർ കുറ്റപത്രത്തിൽ പോലും ഇല്ലാത്ത ആരോപണങ്ങളാണ് മദനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഇദ്ദേഹത്തിന് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദികളുമായി ബന്ധമുണ്ട്, അദ്ദേഹം ആയുധങ്ങൾ സ്മഗിൾ ചെയ്തുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് എന്ന് അവർ ഈ തടസ്സവാദത്തിൽ ഉന്നയിക്കുമ്പോൾ അത് കുറ്റപത്രത്തിലോ അത് ഇതിനു മുമ്പ് യാതൊരു തരത്തിലോ അത്തരം ഒരു ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ളതല്ല. അങ്ങനെ മാത്രവുമല്ല, ഇദ്ദേഹത്തിനെ ഒരു സ്ഥിരം കുറ്റവാളിയായി ചിത്രീകരിക്കുവാനാണ് കർണാടക സർക്കാർ 56 കേസുകളിൽ ഇദ്ദേഹം പ്രതിയാണെന്ന് കുറ്റപത്രത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഈ 56 കേസുകളിൽ ബഹുഭൂരിപക്ഷം കേസുകളും കോടതിയിൽ ഇപ്പോൾ നിലവിലില്ല. അതെല്ലാം കോടതിയിൽ ഇദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നു കഴിഞ്ഞിട്ടുള്ള കേസുകൾ പോലുമാണ്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഉസ്മാൻ, ഇപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ നിലപാടിൽ മാറ്റം വരാനുള്ള കാരണം ആയിട്ട് താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? സ്ഥിരമായി ഹാജരാകാറുള്ള അഭിഭാഷകർ തന്നെയാണോ ഹാജരായിട്ടുള്ളത്? മറ്റെന്തെങ്കിലും അട്ടിമറി നടന്നതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ? അതായത് ഇതിൽ ഇപ്പോ BJP സർക്കാർ നിയമിച്ചിട്ടുള്ള സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇപ്പോഴും കർണാടക ഹൈക്കോടതിയിൽ തുടരുന്നത്. അത് മാത്രവുമല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും SPPയും അതായത് സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും തമ്മിൽ അവർ തയ്യാറാക്കിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള ഒരു റോൾ ഇതിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നാണ്